മൂന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ കാഹളം മുഴക്കപ്പെടുന്നത്, അതിന്റെ വിളംബരം നടത്തപ്പെടുന്നത്. നേരത്തെ എന്റെ സുഹൃത്ത് സ്വരാജ് സൂചിപ്പിച്ചതുപോലെ വാരിയത്ത് കുഞ്ഞഹമ്മദ് ഹാജി മലയാള രാജ്യം എന്ന നാടുണ്ടാക്കിയപ്പോ, ബ്രിട്ടീഷ് മുക്തമായ ദേശത്തിന് രൂപം നൽകിയപ്പോ ആ നാടിന്റെ തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നിലമ്പൂരാകും. നിലമ്പൂരിലെ ജനങ്ങൾ, നിലമ്പൂരിലെ വോട്ടർമാർ, അവരാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെയും അതോടൊപ്പം പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മൂന്നാം ഊഴം നൽകുന്നതിന്റെയും പ്രഖ്യാപനം ചരിത്രത്തിൽ നടത്താൻ വേണ്ടി പോകുന്നത്. ആ ചരിത്ര ദൗത്യം നിർവഹിക്കാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമുക്ക് ആ വിജയത്തിലേക്ക്, വിജയ സോപാനത്തിലേക്ക് മാർച്ച് ചെയ്യാം. സഖാവ് എം സ്വരാജിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.